ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തളയൻ മീൻ കൊണ്ട് മുളക് പുളിയാക്കിയിട്ട് വറ്റിച്ച് വെക്കുകയാണ്. അതിന് ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി ചൂടായി. ഉലുവട്ടു, കടുകിട്ടു. ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. ഏതാണ്ടൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു. കറിവേപ്പില നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, തക്കാളി, ഉള്ളി, വെളുത്തുള്ളി നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ട് അതിലേക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യുക. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഉപ്പിടുന്നത് വേഗം ഒന്ന് വാടി വരാനാണ്. നന്നായിട്ട് വഴന്ന് വന്നു. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി ഇടാം. കുറച്ച് എരിവ് നിന്നോട്ടെ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. എല്ലാം അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിക്കുക. നന്നായിട്ട് തിളപ്പിക്കുക. നല്ലോണം ഒന്ന് തിളച്ച് വന്നാൽ അതിൻ്റെ ആ പുളീൻ്റെ പച്ച ചൊയ ഉണ്ടാവും. ആ പച്ച ചൊയൊക്കെ ഒന്ന് മാറി വരണം. എപ്പോഴും പുളി മീൻ്റെ അകത്ത് ഒഴിക്കുമ്പം പുളീൻ്റെ ആ പച്ച ഒരു ഇതുണ്ടല്ലോ, പച്ച ചൊയൊക്കെ ഒന്ന് മാറി വന്നു. അതിൻ്റെ അകത്തേക്ക് കഷ്ണം മീൻ ഇടുകയാണ്. കഷ്ണം മീൻ ഇടുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് വിട്ടിടണം. കൂട്ടി ഇടരുത്. നല്ല പൊടിയുള്ള മീനല്ലേ. നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഒന്ന് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരണം. കണ്ടമാനം കയ്യിലിട്ടിട്ട് കരണ്ടിട്ടിട്ട് ഇങ്ങനെ ഇളക്കരുത്. ഇളക്കിക്കഴിഞ്ഞാൽ അത് മീനൊക്കെ പൊട്ടിപ്പോവില്ലേ. അപ്പം മുള്ളൊക്കെ വേറെ പോവും. അപ്പോൾ ഒന്ന് നന്നായിട്ട് കൈ കൊണ്ട് ഒന്ന് വട്ടം ചുറ്റിച്ചിട്ടൊക്കെ ചെയ്യുക. എല്ലാം ഒന്ന് നന്നായി വഴന്ന് വന്നു, വറ്റി വന്നു. അതിലേക്ക് നല്ലൊരു വറവും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായി. കറിവേപ്പില, ഉള്ളി ചെറുതായി മുറിച്ചിട്ട് നന്നായി ഒന്ന് വഴറ്റിയിട്ട് ആ മീൻ്റെ അകത്തേക്ക് ഒഴിക്കുക. നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ. നന്നായിയൊക്കെ മൂത്ത് വരുന്നുണ്ട്. നല്ല വാടി വരണം ചെറിയ ഉള്ളി. അന്നപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അത് കറിയിലോട്ട് ഒഴിക്കുകയാണ്. കറിയിലേക്ക് ഒഴിച്ചു.
കറിയിലേക്ക് നന്നായിട്ട് ഒന്ന് വെള്ളം കുറച്ചും കൂടെ ചേർത്തിട്ട് ആ ചീനച്ചട്ടിയിലേക്ക് വെള്ളം ചേർത്തിട്ട് അതിലേക്ക് നന്നായി ഒഴിച്ചിട്ട് ഒന്ന് കയ്യിലുകൊണ്ട് കൂടുതൽ ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുള്ളായിട്ട് അത് എടുത്ത് കഴിക്കാൻ കഴിയില്ല. അതാണ്. അതുകൊണ്ട് കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ കറിയായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്യണേ. ഇനി അടുത്തത് ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ചപ്പാത്തിയാണ്. ചപ്പാത്തി നല്ല ചട്ടിയിൽ നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലോണം ചപ്പാത്തി പൊള്ളിച്ചെടുക്കുക. ചപ്പാത്തി ചുട്ട് കഴിഞ്ഞു. ഇത് മുളക് വറ്റിച്ചതും ചപ്പാത്തി ഒരു കഷ്ണം പൊരിച്ചതും കൂടെ അടിപൊളിയായിട്ട് കഴിക്കാൻ. ഈ വറ്റിച്ച കറിക്ക് ചപ്പാത്തിയാണ് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ. അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റാണ്. ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.